ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ഐ കുക്കിൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന റവ ഉപ്പുമാവാണ്. റവ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളിതിനെ ഉപ്മാ എന്നും ഉപ്പുമാവെന്നും ഉപ്പിട്ടെന്നും ഒക്കെ വിളിക്കും. സെമോളിന വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. റവയ്ക്ക് സെമോളിന എന്നും പറയും കേട്ടോ. ഇത് ഡയബറ്റിസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ലോ ഗ്ലൈസേമിക് ഇൻഡെക്സ് ഉള്ള നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ്. ഷുഗറിൻ്റെ ലെവലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്, ക്യാരറ്റും ബീൻസും. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ അവരുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഓയിലാണ് അല്ലെങ്കിൽ ഗീ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊരു 4 പേർക്ക് കഴിക്കാവുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ മിനിമൽ ഓയിൽ എടുത്താലും ഇത് നന്നായിട്ട് വരും കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, കുറച്ച് പച്ചമുളക്, ഒരു ഹാഫ് സവോള, പിന്നെ 1-2 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഫുൾ ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും, ഒരു 7-8 ബീൻസും, ഹാഫ് സവോളയും, പിന്നെ 2-3 വെളുത്തുള്ളിയാണ് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 1-2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ പച്ചക്കറികളെല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഒത്തിരി ഒന്നും സ്റ്റിർ ഫ്രൈ ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ നമ്മൾക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് സോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് റവയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റവ നമുക്കിപ്പോൾ റോസ്റ്റഡ് റവയായിട്ടും വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുന്ന റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത റവ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു പാൻ ഉപയോഗിച്ച് ചൂടാക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ റോസ്റ്റഡ് റവ നമുക്കിപ്പോൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ 1.5 കപ്പിന് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ഇത്തിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ആ വെള്ളം ഒന്ന് കവർ ചെയ്ത് വരത്തക്ക രീതിയിലാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഇത്ര ചെയ്തതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പിടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ അളവ് വെള്ളത്തിൽ കുറച്ച് കൂടി നിൽക്കണം. ഒത്തിരിയല്ല, ചെറുതായിട്ട് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റവ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, അത് എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്യാരറ്റും ബീൻസും ജസ്റ്റ് ഒന്ന് വഴച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് അടങ്ങിയിട്ട് പിന്നെ റവ ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലായിടത്തേക്കും ഈക്വലായിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലൊക്കെയാണ്. ഇനിയിപ്പം നിങ്ങൾ റവ ഇട്ട് കൊടുത്തപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇപ്പോൾ ഇതിന് ചൂടാക്കിയ വെള്ളം വേണം, അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പതിപ്പിച്ചൊക്കെ വെച്ചതിന് ശേഷം നമ്മൾക്കൊരു ലിഡ് വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ റവയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷം സിമ്മിലേക്കാക്കി ഒരാവി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കറക്റ്റ് ലെവലിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ലിഡൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിലർ ഇഞ്ചി ചെറിയൊരു കഷ്ണവും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മളിപ്പോൾ അത് ചേർക്കുന്നില്ല. കണ്ടോ, ഇപ്പം തന്നെ നമ്മുടെ ഉപ്പുമാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ റവയ്ക്ക് ഒരു വൈറ്റ് കളർ പോലെ അതിനുള്ളിലുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. റവ നന്നായിട്ട് പൊലിച്ച് നല്ല വിടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഒന്നും കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടി ആവി വരാൻ വേണ്ടിയിട്ട് വെക്കാം.
നമ്മുടെ ലിഡിൽ ഇപ്പോൾ നന്നായിട്ട് ആവി വന്നതിൻ്റെ ഒരു ഇത് വന്ന് നിൽപ്പുണ്ട്. അതാണ് നമ്മൾക്ക് ഇതിലേക്ക് ആവി കയറിയെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം ലിഡ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇപ്പം നല്ല രീതിയിൽ അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ ഉപ്പുമ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊരു ചെറിയ ഇതിലേക്ക് എടുക്കാം. നന്നായിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നതായിരിക്കും കേട്ടോ. കട്ടയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് വരുന്നതായിരിക്കും. ഇത് കുറച്ചും കൂടി വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. നമുക്കിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഇതിലേക്ക് എടുക്കുന്നത്. നല്ല സോഫ്റ്റാണ്. സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടും ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇതിലേക്ക് കാഷ്യൂനട്ട്, പിന്നെ ചിലരൊക്കെ വറ്റൽ മുളകും കടുക് പൊട്ടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കും കേട്ടോ. അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.